ചങ്ങായിമാർ, ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത കേൾപ്പിച്ചുതരാം. പാലക്കാട് ക്രിസ്മസിന്റെ കരോത്സംഘത്തിന് നേരെ RSSന്റെ ആക്രമണം. ഈ വാർത്ത വേദനയോടുകൂടി വായിക്കുന്നത് ആരാന്നറിയാം? നമ്മളെ സുജയ പാർവതി, റിപ്പോർട്ടർ ചാനൽ സുജയ പാർവതി. നാഴികക്ക് 40 വട്ടവും ക്രിസ്ത്യാനികളും സംഘികളും തമ്മിൽ ബായി മാറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ സുജയ പാർവതിക്ക് തന്നെ ഈ വാർത്ത വായിക്കേണ്ട ഗതികേട് ദൈവം ഉണ്ടാക്കി കൊടുത്ത്. നമുക്കെന്തായാലും കരഞ്ഞുകൊണ്ട് സുജയ പാർവതി ഈ വാർത്ത വായിക്കുന്നത് ആദ്യം കേൾക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. പാലക്കാട് പുതുശ്ശേരിയിൽ കാരൽ സംഘത്തിന് നേരെ ആക്രമണം. RSS പ്രവർത്തകനായ കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയാണ് പുതുശ്ശേരിയിൽ വെച്ച് പ്രതി കുട്ടികളടങ്ങുന്ന കാരൽ സംഘത്തെ ആക്രമിച്ചത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, എന്താണ് പുതുശ്ശേരിയിൽ നടന്നത്? സുജയ്, ഇന്നലെ രാത്രിയിലാണ് പാലക്കാട് പുതുശ്ശേരിയിൽ ഈ 14 കുട്ടികളുടെ 14 സംഘം കരോളുമായി ഈ സുരഭി നഗർ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തുന്നത്. ഈ സമയത്താണ് അവിടെ RSS പ്രവർത്തകനായിട്ടുള്ള അശ്വിൻ രാജി കുട്ടികളുടെ സമീപത്തേക്ക് എത്തുക. തർക്കമുണ്ടാവുന്നത് കുട്ടികൾ ഭയന്ന് പെട്ടെന്ന് തന്നെ ബാൻഡുകളെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പിന്നീട് ഓടേണ്ട ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. അശ്വിൻ രാജും രണ്ട് സുഹൃത്തുക്കളും ചേർന്നാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെ ആക്രമിക്കാൻ എത്തിയത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുകയും ചെയ്തത്. കുട്ടികൾ ഈ ബാൻഡ് ഉപേക്ഷിച്ച് അവിടെ നിന്ന് പിന്നീട് ഓടി രക്ഷപ്പെട്ടതിന് പിന്നാലെ ഈ ബാൻഡ് ഈ അശ്വിൻ രാജും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിച്ച് തകർക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പിന്നീട് പ്രദേശത്തെ കൂടുതൽ ആളുകൾ എത്തി ഈ കുട്ടികളുമായി ഈ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതി നൽകുകയായിരുന്നു. ഏതായാലും പിന്നീട് ഉടൻ തന്നെ ഈ അശ്വിൻ രാജിനെ കസബ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അറിയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം സമാന രീതിയിൽ പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ഇത്തരത്തിൽ RSS BJP പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതേ രീതിയിലാണ് ഇപ്പോൾ പുതുശ്ശേരിയിലും ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ക്രിസ്മസിന്റെ കരോൾ സംഘത്തിനെ ആക്രമിക്കുന്ന കലാപരിപാടി ഇക്കൊല്ലല്ലട്ടാ, കഴിഞ്ഞ കൊല്ലവും പാലക്കാട് ഉണ്ടായിട്ടുണ്ട് പോലും. അപ്പൊ ഈ കലാപരിപാടി സംഘികൾ കേരളത്തിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കേട്ടാ. പക്ഷെ ഇതിൽ ഏറ്റവും സങ്കടം എന്ന് പറയാം, ഈ വാർത്ത വായിക്കുന്ന സുജയ പാർവതിന്റെ അവസ്ഥയാണ്. ഇങ്ങനെയുള്ള വാർത്തയെല്ലാം, സ്വയം ഹുണ്ടിക്ക് പിടികൊള്ളുന്ന വാർത്തയെല്ലാം സുജയ പാർവതി വായിക്കുന്നത് തന്നെയാണ് വരിക. പിന്നെ ഈ വാർത്തയിൽ സുജയ പാർവതിന്റെ മുഖം കാണിച്ചിട്ടേ ഇല്ല. സുജയ പാർവതി ക്യാമറമാനോട് പറഞ്ഞ് ഓഫായിക്കോ ക്യാമറ എന്നിട്ട് ഒരൊറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. ഇനി നമുക്ക് സുജയ പാർവതിയുടെ പൊട്ടിക്കരച്ചിൽ ഒരു വശത്ത് വെക്കാം. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട 2 പ്രധാന വ്യക്തിത്വങ്ങൾ, നമ്മളെ കേരളത്തിലെ 2 പ്രധാന വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്നറിയാം? നമ്മളെ കെന്നഡി കരിമ്പീങ്കാലിയും അതിലേറെ നമ്മളെ പൂഞ്ഞാലിലെ PC ജോർജും. നമുക്കെന്തായാലും ആദ്യം തന്നെ കെന്നഡി കരിമ്പുങ്കാലിയെ ഈ അവസരത്തിൽ ഒന്ന് ഓർത്തു നോക്കിയാലോ? കെന്നഡി കരിമ്പുങ്കാലിയുടെ വിഖ്യാതമായ ഒരു പ്രസംഗം കേട്ടിട്ട് വരാം. അതും ഞാൻ മീഡിയ 1 ചാനലിൽ ഇരുന്ന് തന്നെ പറഞ്ഞു. ജോസഫ് സാറിന്റെ കൈവെട്ടിയ കാലഘട്ടമല്ല ഇത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. ബാക്കി വെക്കുകയാണ് ഇവിടെ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നു? ഭാരതത്തിൽ എന്ത് നടക്കണമെന്ന് ഭാരത ശില്പികൾ ഉദ്ദേശിച്ചോ അത് മാത്രമേ ഇനി ഇന്ത്യയിൽ നടക്കൂ. ഈ കരിമ്പിൻകാല അണ്ണൻ ഈ പ്രസംഗം പറയുമ്പോൾ ഇത് ആരോടാ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇത് ക്രിസ്ത്യാനികളോട് പറയും പോലെയുണ്ട് എന്നെ കരിമ്പിൻകാല അണ്ണ. പിന്നെ അണ്ണൻ പറഞ്ഞതിന് ചെറിയൊരു തെറ്റുണ്ടട്ടാ. ഭാരതത്തിന്റെ ശില്പികളല്ല ഇനി തീരുമാനിക്കുക, സംഘി ശില്പികളാണ് ഭാരതത്തിൽ ഇനി എന്തൊക്കെ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. സാധാരണ കേരളത്തിൽ സംഘികൾ ഇത്തരം കലാപരിപാടികൾ നടക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ അണ്ണനും PC ജോർജിലും കൂടിയാണ് നമ്മളെ സംഘികൾക്ക് നല്ല പട്ട് പരവതാനി വിരിച്ചു കൊടുത്തത്. എന്ത് വേണമെങ്കിലും ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിക്കൊന്നും പറ്റ് സംഘികൾക്ക് പട്ട് പരവതാനി വിരിച്ചു കൊടുത്തത്. ഇനി നമുക്ക് എന്തായാലും കെന്നഡി കരിമ്പങ്കാലിയെ ഓർക്കുമ്പോൾ കരിമ്പങ്കാലിയേക്കാൾ ഓർക്കേണ്ട ആ വിഖ്യാതനായ, ആ വിശ്വവിഖ്യാതനായ അദ്ദേഹത്തെ കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മളെ പൂഞ്ഞാലിലെ PC ജോർജിന്റെ ഒരു വിഖ്യാതമായ ഒരു പ്രസംഗം കൂടി കേട്ടിട്ട് വരാം. ഞാൻ ഈ RSSുമായിട്ട് ബന്ധമായത് തന്നെ അങ്ങനെ. ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, ഇമാർ 2000 ഉണ്ട്. പക്ഷേ കൊന്നാലും മാറുകയാണ് തീരുമാനം. ഇമാർ ഈ കല്ലൊക്കെ എറിഞ്ഞ് അരമണിട്ടൊക്കെ നിർത്തി ഞാൻ കോപ്പായിട്ട് നിൽക്കില്ല. ഒരു 5-6 മിനിറ്റ് ഞാൻ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പുറകോട്ട് മാറാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അവന്മാർക്ക് ഇങ്ങോട്ട് വന്നാൽ ഞാൻ വെടിവെക്കുന്നു അവന്മാർക്ക്. ഇങ്ങനെ നിൽക്കുമ്പം ഒരു 400 മുകളിൽ RSSകാരൻ പടപടാന്ന് വന്ന് ചാടി ആക്കി നിൽക്കുന്നു. ഒറ്റയെടുത്തും പിന്നെ കണ്ടില്ല. അവന്മാരെ അവിടെ നിന്ന് ഓടിയിട്ട് എതിരാ കയറിപ്പോയത് ഈരായിട്ട് വിടണമെന്നാണ് നിന്നത്. അപ്പൊ RSSകാരെ കൊണ്ട് പറ്റൂ ഇതിനെ നേരിടാൻ എനിക്കെന്ന് ബോധ്യം. ആരെ നേരിടുന്ന കാര്യമാണ് PC ജോർജ് അണ്ണ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ സംഘികള് ക്രിസ്ത്യാനികളെ നേരിടുന്ന കാര്യമാണോ നിങ്ങളിപ്പോ പറഞ്ഞത്? എന്നാ പിന്നീടില്ല, നിങ്ങളെ വാക്ക് ഇപ്പൊ അച്ചട്ടായി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയായി. സംഘികളിപ്പം ക്രിസ്ത്യാനികളുടെ മേലെ കുതിര കയറാൻ തുടങ്ങി നമ്മളെ കേരളത്തിലും. പിന്നെ അതിന്റെ ഇടയ്ക്ക് PC ജോർജ് അണ്ണ എന്തോ തള്ളുന്നത് കേട്ട് 400ഓളം RSS ട്രൗസർ ഇട്ട് വന്നപ്പോ ആരോ ഓടിയെന്ന്. അണ്ണന് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്, വയസ്സായില്ലേ. മിക്കവാറും എന്താ സംഭവിച്ചിട്ടുണ്ടെന്നറിയാം. 4 ആളെ കണ്ടപ്പം ഈ 400ഓളം ട്രൗസർ ഇട്ട സംഖ്യയിലുണ്ടല്ലോ ഓട്ടോടിയിട്ടുണ്ടാവും. എടപ്പാളോട്ടത്തിന്റെ വേറൊരു ഓട്ടം. അണ്ണന് വേണമെങ്കിൽ ആ സംഖ്യയുടെ ഓട്ടത്തിന് പുതിയൊരു പേരിടാം, പൂഞ്ഞാറിലെ സംഖ്യയുടെ പൂഞ്ഞാറിയൻ ഓട്ടം. ഇനി ഈ 2 മഹത് വ്യക്തികളെ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ട കുറച്ച് പേര് കൂടിയുണ്ട്. നമ്മളെ പൂഞ്ഞാറിയൻ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, പിന്നൊന്ന് നമ്മളെ അനൂപ് ആന്റണി, പിന്നെ വൺ ആൻഡ് ഓൺലി കാസേലെ ഹൂസൻ
കെവിൻ പീറ്റർ, ഇവരൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ക്രിസ്ത്യാനികൾക്ക് നേരെ കേരളത്തിൽ സംഘപരിവാർ അക്രമം നടത്തുമ്പോൾ ഒരിക്കലും മറക്കാനാകാത്ത പേരുകളാണ് ഞാനിപ്പം പറഞ്ഞ ഈ മഹത് വ്യക്തികളുടെ പേരൊക്കെ. അങ്ങനെ ഞാൻ ഈ വാർത്തകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വേറൊരു മനോഹരമായ വാർത്ത വന്നത്. ഉത്തരേന്ത്യയിലെ സംഘികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന മനോഹരമായ വാർത്ത. അപ്പൊ ഞാൻ വിചാരിച്ചു ആ മനോഹരമായ വാർത്ത, ഉത്തരേന്ത്യയിലെ സംഘികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ മനോഹരമായ വാർത്ത നിങ്ങളെ കൂടി കാണിക്കാന്ന്. വാ, നമുക്ക് ആ മനോഹരമായ വാർത്ത കൂടി കണ്ടിട്ട് വരാം. വരൂ. किसी को पूछ के बैठा इधर, कहीं से भी आके बैठ जाओगे? अरे ये नहीं बैठ सकते आप, ये खतरनाक केस है, खतरनाक चलेगा, केस अब नहीं चलेगा इधर। इसको तुरंत भर्ती करो, भागो, तुरंत भर्ती करो, भागो। हिंदू है ना, हिंदू होता है, क्यों बेच रहे हो? क्या बेच रहे हो? अरे नहीं चाहिए ना, कोई दूसरा चीज बेचो ना, नहीं कर रहे हो। इसको छोड़ के और कुछ कर सकते हो? नहीं कर सकते हो। बस, तो हिंदुओं की इसको कैसे बेच रहे हो? ये तो मुसलमान रहते हैं। नहीं वो बात नहीं मैं बोल रहा हूँ, हमको उससे कोई मतलब नहीं, हमको उससे कोई मतलब नहीं। जो चीज जगन्नाथ देश में नहीं चलेगा, आप बाहर से आके कोई परमिशन नहीं, इधर बैठ के ये क्रिश्चियन चीज बेचोगे? नहीं, हम हिंदू, हम नहीं सही मतलब। ഇത് ഇന്നലെ പകൽ മഹാരാഷ്ട്രയിൽ നടന്നതാണ്. ഇത് കണ്ടപ്പോഴല്ല നമ്മളെ കേരളത്തിലെ പാലക്കാട് സംഘികള് പറഞ്ഞ് അങ്ങ് മഹാരാഷ്ട്രയിൽ ഇത് നടക്കുമെങ്കിൽ നമ്മളെ കേരളത്തിൽ നമ്മൾ ഇത് നടത്തുന്നു. അങ്ങനെയാണ് ക്രിസ്മസിന്റെ കരോൾ സംഘത്തിന് നേരെ നമ്മളെ സംഘികള്, പാലക്കാട്ടെ സംഘികള് ഇമാതിരി പണിയെടുത്ത് വെച്ചത്. അപ്പൊ ഇപ്പൊ നമ്മളെ കേരളത്തിലെ സംഘികൾ എന്താ പറഞ്ഞറിയാം, നമുക്ക് ഉത്തരേന്ത്യയിൽ മാത്രമല്ലടാ പിടി, ഇന്ന് കേരളത്തിൽ പാലക്കാട് മുണ്ടാ നല്ല പിടിയെന്നാണ് ഇപ്പൊ നമ്മളെ കേരളത്തിലെ സംഘികൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ ഡയലോഗെല്ലാം കേട്ടിട്ട് കേരളത്തിലെ സംഘികളും ക്രിസംഘികളും സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വേറൊരു വാർത്ത കൂടി അങ്ങ് ഊപ്പിന്ന്, നമ്മൾ യോഗി ആദിത്യനാഥിന്റെ ഊപ്പിന്ന് വന്നത്. ആ മനോഹരമായ വാർത്ത കൂടി നമുക്ക് കേട്ടാലോ. വാ. ക്രിസ്മസ് അവധിയും ആഘോഷവും ഒഴിവാക്കാൻ ഉറച്ച ഉത്തർപ്രദേശ്. സ്കൂളുകൾക്ക് ഇത്തവണ ക്രിസ്മസ് അവധി ഇല്ലെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ക്രിസ്മസ് ദിനം സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായിരിക്കുമെന്നും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി പരിപാടികൾ സ്കൂളുകളിൽ നടത്താനുമാണ് സർക്കാർ നിർദ്ദേശം വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആസിഫ്, വലിയ രീതിയിലുള്ള മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന RSS അജണ്ടയുടെ മറ്റൊരു മുഖമെന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. നിലവിൽ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ്? തീർച്ചയായും നമുക്കതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ക്രിസ്മസ് അവധി ഒഴിവാക്കുന്നത്. സ്കൂൾ അന്ന് പ്രവൃത്തി ദിവസമാണ് എന്ന് ഉറപ്പിക്കുകയും എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് എന്തായാലും മുൻ പ്രധാനമന്ത്രിയും BJP നേതാവുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ അത് വിപുലമായി ആഘോഷിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിട്ടുള്ളത്. അന്ന് മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നും അന്ന് ഹാജർ നില ഉറപ്പാക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശം കൂടി ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്താല്ലേ നമ്മളെ കേരളത്തിലെ സംഖ്യക്കും ക്രിസംഖ്യക്കും ഇനി അങ്ങോട്ട് ആഘോഷരാവാണ്. ഇത്രയും നല്ല വാർത്തയുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നമ്മളുടെ പ്ലേ ചെയ്യാത്തത് നല്ലവരായ ക്രൈസ്തവർക്ക് അതൊക്കെ വേദനയുണ്ടാക്കും. അതുകൊണ്ട് മാത്രമാണ് ഇനിയും ഒരുപാട് വാർത്തകളുണ്ടായിട്ട് അതൊന്നും ഞാനിവിടെ കാണിക്കാത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇത്രയും കുറച്ച് സംഖ്യയിലുള്ള നമ്മളെ കേരളത്തിൽ അവർ ഇമാതിരി പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർ കുറച്ചു മാത്രം ഉള്ളടക്ക, സംഖ്യകൾ ഒരുപാട് ഉള്ളടക്ക, അവിടെ ക്രൈസ്തവർക്ക് നേരെ സംഖ്യകൾ എന്തെല്ലാം കാണിച്ച് കൂട്ടുന്നുണ്ടാവും. ഇതൊക്കെയുണ്ടല്ലോ നമ്മളെ കേരളത്തിലെ കുറച്ച് ആൾക്കാർ ചില കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മറക്കും. അതെന്ത് കാര്യം എന്നറിയാം, റബ്ബറിന്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ നമ്മളെ വെള്ളിക്കുരിശും കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ നടന്നതും ഈ കേരളത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കുറച്ച് ആൾക്കാർ അങ്ങ് മറക്കും. പിന്നെ എന്താ സംഭവിക്കുന്നറിയാം, ക്രിസ്മസ് കേക്ക് കൊണ്ട് സംഘപരിവാറിന്റെ അടുത്തേക്കും സംഘപരിവാർ ക്രിസ്മസ് കേക്ക് കൊണ്ട് ഇവരുടെ അടുത്തേക്കും പോകും. പിന്നെ ഇവര് ബായി മാറാവും. ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ല മടിയിൽ കനമുള്ള കുറച്ച് ആൾക്കാരട്ടാ. നല്ലവരായ ക്രൈസ്തവർ ഈ പരിപാടിക്ക് നിൽക്കില്ലട്ടാ. മടിയിൽ കനമുള്ള കുറച്ച് ആൾക്കാർ മാത്രം. നല്ലവരായ ക്രൈസ്തവര് അവരെന്താണെന്ന് ഈ ഇലക്ഷനിൽ, ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ നല്ലോണം സംഖ്യക്ക് കാണിച്ചു കൊടുത്തിന്. സംഖ്യകൾ വിചാരിച്ച നല്ലോണം വോട്ട് കിട്ടുന്നു. ഒരു പുണ്ണാക്കും കിട്ടില്ല, ഒരു മണ്ണാക്കും കിട്ടില്ല. കുറെ ക്രിസംഖ്യക്ക് സംഖ്യകൾ പൈസ കൊടുത്തത് മാത്രം വെച്ചം, വേറൊന്നും അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നല്ലവരായ ക്രൈസ്തവരെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നല്ല ഞാൻ ഈ വീഡിയോ കാണിച്ചതും ഞാനിതിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞതും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്നും നിങ്ങൾ മറക്കരുത്. സംഘി എന്താണെന്നും സംഘപരിവാർ എന്താണെന്നും അവരുടെ ചിന്തയിൽ ക്രൈസ്തവർ എന്താണെന്നും മുസൽമാൻ എന്താണെന്നും ഒക്കെ നിങ്ങൾ ഓർത്താൽ മതി. എന്നാലും നമ്മളെ കേരളത്തിൽ സംഘപരിവാർ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഇവിടെ ക്രിസ്മസും ആഘോഷിക്കും, പെരുന്നാളും ആഘോഷിക്കും, ഓണവും ആഘോഷിക്കും, വിഷു ആഘോഷിക്കും. എല്ലാ ആഘോഷങ്ങളും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.